ദിലീപിനെ ജയിലിൽ പോയി കാണുന്നുണ്ട്. ബാലേന്ദ്രകുമാർ അവകാശപ്പെടുന്നത് 2 തവണ ജാമ്യാപേക്ഷ തള്ളിപ്പോയ ശേഷം ജഡ്ജിമാരെ സ്വാധീനിക്കാൻ, കയ്യിലെടുക്കാൻ എങ്ങനെയെല്ലാം ശ്രമിക്കാം എന്ന് ആലോചിക്കാൻ വേണ്ടി ദിലീപിന്റെ കുടുംബം ബാലേന്ദ്രകുമാറിനെ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത്. അതിൽ വാസ്തവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ബാലേന്ദ്രകുമാറിന് ഈ ജില്ലാ ജഡ്ജി ശ്രീകല സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് അയാൾ തന്നെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കണക്ഷൻ വഴി എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ഒരു കച്ചിത്തുരുമ്പ് പിടിക്കുന്നത് പോലെ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. വരുമ്പോൾ ബാലേന്ദ്രകുമാർ അവരോട് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ഞാൻ ജയിലിൽ പോയി കാണാനുള്ള അനുമതി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വരുന്നത്. വലിയ കാര്യം. അദ്ദേഹത്തിൻ്റെ 2 CPM MLA-മാരുണ്ട്. അവർ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനെ എന്ത് സാധിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ കോടതിയിൽ ബാലേന്ദ്രൻ മൊഴി നൽകുന്നത് ഈ സുരാജും അനൂപും അനുമതി നേടിയെടുത്തത് പ്രകാരമാണ് താൻ ദിലീപിനെ കണ്ടുവെന്ന് പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഇവർക്ക് വലിയ ആത്മവിശ്വാസം കൊടുത്ത് ഉടനെ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞാണ് ബാലേന്ദ്രകുമാർ നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഈ പല ജഡ്ജിമാരുമായിട്ടും സംസാരിക്കുന്നുണ്ട് എന്ന ബാലേന്ദ്രകുമാർ മെസ്സേജുകൾ അയക്കുന്നു. ഇനി ജാമ്യം കിട്ടുമ്പോൾ അതിനുണ്ടാകാനുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും താൻ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഗവർണർ P. സദാശിവം, അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന മഞ്ചേരി ശ്രീധരൻ നായർ, ഇവരെല്ലാം താൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗവർണർ സദാശിവവും മഞ്ചേരി ശ്രീധരൻ നായർ തമ്മിൽ വലിയ ബന്ധമാണ്. അവർ ആ വഴിക്ക് ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കണം, ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വരുമ്പോൾ അതിനെ എതിർത്ത് വാദിച്ചത് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഇതേ മഞ്ചേരി ശ്രീധരൻ നായരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ എടുത്തിരുന്നത്. അപ്പോൾ ആ വഴിക്കെല്ലാം അതുകൊണ്ട് സ്വാധീനമുണ്ട്. പിന്നീട് അമിത്ഷായുടെ പേരും പറയുന്നുണ്ട്. അമിത്ഷായും ഗവർണർ സദാശിവവും തമ്മിലുള്ള ബന്ധം, അപ്പോൾ അമിത്ഷായും താൻ ഇടപെടുത്തുന്നുണ്ട് എന്നാണ് ഇവരെ ധരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വളരെ വ്യക്തമായി തന്നെ പിന്നീട് പറയുന്നത്, കോടതി പറയുന്നത് ഒരു പട്ടിക തന്നെ പറയുന്നുണ്ട് ബാലേന്ദ്രകുമാർ ഇടപെടുത്താൻ ശ്രമിച്ചവരുടെ. അതിൽ CPM നേതാവായിരുന്ന മുതിർന്ന നേതാവ് കൗലിക്കോട് കൃഷ്ണനായരുടെ പേരുണ്ട്. ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ്റെ പേരുണ്ട്. തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന O. പനീർസെൽവത്തിൻ്റെ പേരുണ്ട്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി, സുരേഷ് കുമാർ, കമലഹാസൻ, ജയറാം, ഇങ്ങനെ തുടങ്ങിയൊരു നീണ്ട നിരയുണ്ട്. ഇവരെല്ലാം ഇതിനകത്ത് ഇടപെടുത്തുന്നുണ്ട്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ബാലേന്ദ്രകുമാർ ഇവർക്ക് മെസ്സേജ് അയക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പേര് നെയ്യാറ്റിൻകര ബിഷപ്പായിരുന്ന ഡോക്ടർ വിൻസെന്റ് സാമുവൽ. ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇദ്ദേഹത്തെയാണ് ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാനായി ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് ST എന്നുള്ള ചുരുക്കപ്പേരിലാണ് മെസ്സേജുകളിൽ സംബോധന ചെയ്യുന്നത്. അപ്പോൾ ബിഷപ്പിനോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ബാലേന്ദ്രകുമാർ തൻ്റെ പിതാവിൻ്റെ അടുത്ത സുഹൃത്താണ് ബിഷപ്പ്. അവരൊരുമിച്ച് ദേ ഹാഡ് ഡ്രിങ്ക്സ് ടുഗദർ എന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ലിക്കർ എന്ന് പറയാത്തതുകൊണ്ട് അത് മദ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ വരെ കോടതി പറഞ്ഞത് ഹി ഹാഡ് ഗോൺ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്റ്റേറ്റിംഗ് ദാറ്റ് എന്ന് പറഞ്ഞു. അതുവരെ അങ്ങനെ വരെ ഇവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് അതുകൊണ്ട് ഇടപെടും. ബിഷപ്പ് നേരിട്ട് വരാൻ കഴിയാത്തതുകൊണ്ട് ബിഷപ്പിൻ്റെ ഒരു സെക്രട്ടറിയെ എറണാകുളത്തെ അയക്കുന്നു. അത് പറയുന്നത് ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ബിഷപ്പ് ടോൾഡ് ദാറ്റ് വി വിൽ ഗ്രാബ് ഇറ്റ് ഫ്രം ഹിം എന്ന് പറഞ്ഞത് STയിൽ നിന്ന് ജാമ്യം നേടിയെടുക്കും എങ്ങനെയെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.